തെരഞ്ഞെടുപ്പ് സമയത്ത് ഭക്ഷ്യസാധനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകുന്നു എന്ന പേരിൽ 2020 കിഴക്കമ്പലത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചു. ഇതേ തുടർന്ന് സാധനങ്ങൾ വാങ്ങാനെത്തിയവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. റോഡിൽ കിടന്നും ഇവർ CPM-ന് നേരെ പ്രതിഷേധിക്കുകയാണ്. അതേസമയം കുന്നത്തുനാട്ടിലെ ജനങ്ങൾക്ക് പിണറായി സർക്കാരിന്റെ വിഷു കൈനീട്ടമാണ് ഈ ജനങ്ങളോടുള്ള ദ്രോഹമെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷന്റെ ഇത് വന്നുണ്ടോ അതിനെതിരെ പ്രതിഷേധിക്കണം. ജനങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കുന്ന CPM നിലപാടിനെതിരെ ശക്തമായ ജനരോക്ഷം ഇരമ്പുന്നു. 2020 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് 2014 പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് 2015-ലും 2016-ലും 2019-ലും 2020-ലും 2021-ലും തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. ഈ 5 തെരഞ്ഞെടുപ്പുകളിലും ഇല്ലാതിരുന്ന നിയമങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടിച്ചിരിക്കുന്നത്. CPM പ്രവർത്തകർ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനെതിരെ നൽകിയ പരാതി തീർത്തും മനുഷ്യത്വരഹിതവും മാപ്പർഹിക്കാത്ത ക്രൂരതയുമാണെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഏപ്രിൽ 2-ാം തീയതി ലഭിച്ച മാർഗനിർദ്ദേശം 10 ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 12-ന് മാത്രമാണ് ഓർഡറായി നൽകിയത്. ഇന്നു മുതൽ 1 മാസത്തേക്ക് കോടതികൾ അവധിയാണെന്ന് മനസ്സിലാക്കിയാണ് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ബോധപൂർവം ഓർഡർ വൈകിപ്പിച്ചതെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ആരംഭിച്ച 2020 മെഡിക്കൽ സ്റ്റോർ CPM പ്രവർത്തകർ പരാതി നൽകി പൂട്ടിച്ചത് ഹൈക്കോടതി തടഞ്ഞ സാഹചര്യമുണ്ടായിട്ടുകൂടിയാണ് കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന 2020 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ പ്രവർത്തനം നിർത്തലാക്കുന്ന വിചിത്ര നടപടി. ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത നിയമങ്ങളാണ് 2020 മേൽ പ്രയോഗിക്കുന്നതെന്നും സാബു എം ജേക്കബ് പറഞ്ഞു.